ഈ ഫോൺ വളരെ സ്ലിം ആണ്, പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇതാണ് മോട്ടറോള എഡ്ജ് 70 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ അൾട്രാ തിന്നാണ്, 5.99 മില്ലിമീറ്റേഴ്സ് മാത്രമാണ് ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത്. അതുപോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, 159 ഗ്രാംസ് മാത്രമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. എന്നും പറഞ്ഞ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വന്നിട്ടില്ല. 50 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറാസ് ആണ് റെയർ സൈഡിൽ വരുന്നത്. ഫ്രണ്ട് സൈഡിലായിട്ട് 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതുപയോഗിച്ച് 4K 60 FPS നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പാൻടോൺ കാലിബ്രേഷനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമറ പെർഫോമൻസ് അടിപൊളിയാണ്. ഇനി വളരെ പഞ്ചി ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള എക്സ്ട്രീം ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 4500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഇനി കിടിലൻ പെർഫോമൻസിന് വേണ്ടി സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. 1 മില്യൺ അബോ AnTuTu സ്കോർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസിന്റെ കാര്യത്തിലും നോ കോംപ്രമൈസ്. ഇനി സ്ലിം ഫോം ഫാക്ടറിൽ നമുക്ക് 5000 mAh വലിയ ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ 68 വാട്ട്സിന്റെ വയേർഡ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ഇനി IP68 ആൻഡ് IP69 റേറ്റിംഗ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ S25 എഡ്ജ് പോലൊന്നും ഈ ഫോൺ ബെൻഡ് ആവത്തില്ല. ഇനി ഇത്രയധികം ഫീച്ചേഴ്സ് വരുന്ന മോട്ടറോള എഡ്ജ് 70 എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഡിസംബർ 23 ഫ്ലിപ്കാർട്ട് വഴി 28,999 രൂപ എന്ന കിടിലൻ പ്രൈസിംഗിൽ വാങ്ങാൻ പറ്റും. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക.